ചൂരൽമല പട്ടണത്തിൽ സംഭവിക്കുമായിരുന്ന വലിയൊരു ദുരന്തത്തെ താങ്ങി നിർത്തിയ ഈ വെള്ളാർമല ഹൈസ്കൂൾ കെട്ടിടം, ഗവൺമെൻറ് ഹൈസ്കൂൾ കെട്ടിടം, ഇതാണ് ആ സ്കൂൾ. ഇപ്പോൾ ഈ സ്കൂളിൻ്റെ താഴത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്ന വലിയ പാറക്കഷ്ണങ്ങളും തടിക്കഷ്ണങ്ങളും ചെളിയൊക്കെ വൃത്തിയാക്കുന്ന പ്രവൃത്തിയിലാണ് ഇവിടെയുള്ള സന്നദ്ധ പ്രവർത്തകരും ഫയർ ആൻഡ് റെസ്ക്യൂ ടീമൊക്കെ. ഇത് ഈ സ്കൂളിൻ്റെ വെള്ളാർമല ഗവൺമെൻറ് ഹൈസ്കൂളിൻ്റെ ഓഫീസ് കെട്ടിടമായിരുന്നു ഇത്. ആ ഓഫീസ് കെട്ടിടത്തിൻ്റെ താഴ്ഭാഗത്താണ് നിരവധി മരക്കഷ്ണങ്ങളൊക്കെ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. അതൊക്കെ വൃത്തിയാക്കുകയാണ് ഈ JCB മണ്ണുമാന്ത്രി യന്ത്രം ഉപയോഗിച്ചുകൊണ്ട്. അനേകം വിദ്യാർത്ഥികളുടെ സർട്ടിഫിക്കറ്റുകൾ, +2 SLC മുതലായ സർട്ടിഫിക്കറ്റുകളൊക്കെ ഈ ഓഫീസിലായിരുന്നു സുരക്ഷിതമായിട്ട് സംരക്ഷിച്ചുകൊണ്ടിരുന്നത്. പക്ഷെ ഒരൊറ്റ രാത്രി കൊണ്ട് അതെല്ലാം ഈ ഉരുളെടുത്തിരിക്കുകയാണ്, ഈ ചളിയിൽ അകപ്പെട്ടിരിക്കുകയാണ്. അവർക്കതെല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ഈ സ്കൂളിലെ അനേകം വിദ്യാർത്ഥികൾ മരണപ്പെട്ടിട്ടുണ്ട്. നിരവധി വിദ്യാർത്ഥികളുടെ ശരീരങ്ങൾ ഇപ്പോഴും ലഭിച്ചിട്ടില്ല, എവിടെയാണെന്ന് കണ്ടെത്താൻ വേണ്ടിയിട്ട് സാധിച്ചിട്ടില്ല. ഈ ദുരന്തം സംഭവിച്ച ദിവസങ്ങളിലൊക്കെ റീലുകളായിട്ടും ഈ സ്കൂളിൻ്റെ അനേകം വീഡിയോസ്, ആളുകൾ പകർത്തിയ അനേകം വീഡിയോസൊക്കെ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. ഈ സ്കൂള് പൂർണ്ണമായിട്ടും തകർക്കപ്പെട്ടു എന്നൊക്കെ പല കോണുകളിൽ നിന്നും വാർത്തകളും കാര്യങ്ങളും ഒക്കെ പ്രചരിക്കുന്നുണ്ട്. എന്നാൽ അതല്ല യാഥാർത്ഥ്യം. ഈ സ്കൂൾ ഭാഗികമായിട്ട് മാത്രമേ തകർന്നിട്ടുള്ളൂ. ഈ വെള്ളാർമലയുടെ താഴ്വരയിലെ ആ പാട്ടോട് കൂടിയിട്ടാണ് പല റീലുകളും വീഡിയോകളും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ പ്രചരിക്കുന്നുണ്ടായിരുന്നത്. ഇതാണ് ആ സ്കൂള്. ഈ സ്കൂള് ഭാഗികമായിട്ടാണ് തകർന്നിട്ടുള്ളത്. ചൂരൽമല പട്ടണത്തിൽ സംഭവിക്കുമായിരുന്ന വലിയൊരു ദുരന്തത്തെ താങ്ങി നിർത്തിയൊരു സ്കൂളാണിത്. കാരണം അങ്ങ് ദൂരത്ത് നിന്ന് ഒഴുകി വന്ന ഉരുള്, അനേകം വലിയ തടിക്കഷ്ണങ്ങളും പാറകളും ചെളിയും ഒക്കെ ആയിട്ട് ഒഴുകി വന്ന ഉരുളിനെ താങ്ങി നിർത്തിയത് ഈ സ്കൂളാണ്. ഈ സ്കൂളിൻ്റെ ഒരു താഴത്തെ ഭാഗം മുഴുവനും ചളിയായി നിറഞ്ഞിരിക്കുകയാണ്. ചളിയും പാറക്കഷ്ണങ്ങളും മരക്കഷ്ണങ്ങളൊക്കെ ആയിട്ട് നിറഞ്ഞിരിക്കുകയാണ്. ഇന്ന് 4-ാം ദിനം ഇതിൻ്റെ താഴ്ഭാഗത്തെ ഈ അടിഞ്ഞുകൂടിയിരിക്കുന്ന മരക്കഷ്ണങ്ങളും തടിക്കഷ്ണങ്ങളൊക്കെ വൃത്തിയാക്കുന്ന, അതൊക്കെ എടുത്തു മാറ്റുന്ന പ്രവൃത്തിയിലാണ് ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും സന്നദ്ധ പ്രവർത്തകരും ഒക്കെ. അപ്പം അതിൻ്റെ കാഴ്ചകളാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. ഇതിൻ്റെ താഴ്ഭാഗത്തൊരു ഓഫീസാണ്, ആ ഒരു ഓഫീസ് കെട്ടിടമാണ്. ആ ഓഫീസ് കെട്ടിടത്തിൻ്റെ താഴ്ഭാഗത്ത് അടിഞ്ഞുകൂടിയിരിക്കുന്ന ചെളിയും പാറക്കഷ്ണങ്ങളൊക്കെ JCB ഉപയോഗിച്ചുകൊണ്ട് അനേകം ഫയർ ആൻഡ് റെസ്ക്യൂ ടീമും സന്നദ്ധ പ്രവർത്തകരും ഒക്കെ വൃത്തിയാക്കുകയാണ്, അതൊക്കെ എടുത്തു മാറ്റുകയാണ്. ഈ സ്കൂളിൻ്റെ തൊട്ടരികിലായിട്ടാണ് അനേകം വീടുകളും ചെറിയ കുഞ്ഞു കടകളും സ്ഥാപനങ്ങളും ഒക്കെയുള്ള ചൂരൽമല പട്ടണം. ഇതിൻ്റെ തൊട്ടപ്പുറത്തായിരുന്നു ഈ ചൂരൽമല പാലം എന്ന് പറയുന്നത്. ഇപ്പോൾ അവിടെ ബെയിലി പാലം കഴിഞ്ഞ ദിവസം നേവി നിർമ്മിച്ചു. ആ പാലത്തിലൂടെ ഇപ്പം അനേകം വാഹനങ്ങളും ആളുകളും രക്ഷാദൗത്യമൊക്കെ മണ്ണുമാന്തി യന്ത്രമൊക്കെ സഞ്ചരിക്കുന്നുണ്ട്. ആ കാഴ്ചകളും നമുക്ക് കാണാൻ വേണ്ടി സാധിക്കും. ഈ സ്കൂളിൻ്റെ പരിസരത്തുണ്ടായിരുന്ന ആ പാലം, അനേകം വീടുകൾ, അതോടൊപ്പം തന്നെ ആ പാലത്തിന് തൊട്ടപ്പുറത്തുണ്ടായിരുന്ന ഒരു ശിവക്ഷേത്രം തുടങ്ങിയവയൊക്കെ ഈ ഉരുള് നിലംപരിശാക്കിയിട്ടുണ്ടായിരുന്നു. അതൊക്കെ തുടച്ചു നീക്കപ്പെട്ട ഒരു അവസ്ഥയിലാണ് നിലവിൽ ഉള്ളത്. ആ ഒരു തുടച്ചു നീക്കപ്പെട്ട ഒരു അവസ്ഥയിലാണ് ഉള്ളത്. ഞാനിപ്പോൾ ഈ നിൽക്കുന്നതൊക്കെ ഈ സ്കൂളിൻ്റെ ഒരു ഗ്രൗണ്ട് എന്ന് പറയുന്ന ഒരു ഗ്രൗണ്ടായിരുന്നു ഇത് മുന്നേ. അവിടെയൊക്കെ അനേകം പാറയും മരക്കഷ്ണങ്ങളും ചളിയൊക്കെ വന്നു പെട്ടിട്ടുള്ളൊരു സാഹചര്യമാണ്. ഈ സ്കൂൾ കെട്ടിടത്തിൻ്റെ അകത്ത് താഴത്തെ ഭാഗത്ത് ഒരുപാട് ചളിയും ഒക്കെയാണ് അടിഞ്ഞുകൂടിയിട്ടുള്ളത്. അല്ലാതെ ഈ സ്കൂൾ കെട്ടിടം നമുക്ക് പൂർണ്ണമായിട്ടും തകർന്നു പോയി എന്നൊരിക്കലും അവകാശപ്പെടാൻ വേണ്ടി സാധിക്കില്ല. കാരണം പല ആളുകളും അതാണ് അങ്ങനെ കരുതിയിട്ടുണ്ട്. അതുകൊണ്ടാണ് അത് പറഞ്ഞത്. എന്തായാലും ചൂരൽമല പുഴയോടിൻ്റെ തൊട്ടോരത്തായിട്ടാണ് ഈ മനോഹരമായിട്ടുള്ളൊരു സ്കൂൾ സ്ഥിതി ചെയ്തിട്ടുണ്ടായിരുന്നത്. അതിൻ്റെ ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഇപ്പം ഭയങ്കര ഭയാനകമായിട്ടുള്ളൊരു അവസ്ഥയാണ്. കാരണം വളരെ മനോഹരമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിലാണ് ഇവിടുത്തെ വിദ്യാർത്ഥികൾ പഠിച്ചിട്ടുണ്ടായിരുന്നത്. തൊട്ടപ്പുറത്ത് വലിയ രീതിയിലുള്ള ടീ പ്ലാന്റേഷൻ, അതിന് തൊട്ട് താഴത്തായിട്ടൊരു പുഴ, അതിൻ്റെ തൊട്ടരികെയായിട്ടൊരു സ്കൂള്, അങ്ങനെ വളരെ മനോഹരമായിട്ടുള്ളൊരു അന്തരീക്ഷത്തിൽ
അല്ലായിരുന്നു ഇവിടുത്തെ വിദ്യാർത്ഥികൾക്ക് പഠിക്കാൻ ഭാഗ്യം ലഭിച്ചിട്ടുണ്ടായിരുന്നത്. പക്ഷേ അതൊക്കെ ഇപ്പം കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.